വൃശ്ചിക മാസത്തിലെ പൗർണമിക്ക് മുമ്പുള്ള ഏകാദശിയിൽ, അതായത് രാത്രിയുടെ 3 യാമങ്ങളെയും ടച്ച് ചെയ്യുന്ന ചന്ദ്രൻ്റെ പ്രഭാമണ്ഡലം ഉള്ള ആ ഏകാദശിയിലെ ജീവന് ഹാനി സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ്. വൈറ്റ് എനർജിക്ക് പ്രാധാന്യം കൂടും. ആകാശം മേഘങ്ങളില്ലാത്തത് കൊണ്ട് എന്താണ്, നക്ഷത്രങ്ങളാലും ചന്ദ്രനാലും പ്രകാശപൂർണമായിരിക്കും. പകലും പ്രഭയാണ്, രാത്രിയും എന്താണ്, പ്രഭയാണ്. അപ്പോൾ നൈറ്റിലും ലൈറ്റാണ്, ഡേയിലും ലൈറ്റാണ്. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുകയെന്നറിയാം, തമസിന് പ്രാധാന്യം കുറയും. അപ്പോൾ തമസിൻ്റെ പീഠമാണ് ഈ കൃഷ്ണാഞ്ജനായി എന്ന് പറയുന്നത്. എങ്ങനെയാണ് ആ തമസിൻ്റെ പീഠത്തെ ഈ ഗുരുവായൂരിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? വായുവിനെ, ജീവന് കാരണമായിരിക്കുന്ന പ്രാണന്റെ വായുവിനെ ഈ ഗുരുവിൽ, ഈ ശിവനിൽ, ഈ ഭൂമിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ആകാശത്തിൻ്റെ ഈ ഡാർക്ക് എനർജിയാണ്. ആരാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? വൈഷ്ണവ ശക്തിയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഹരിദേശമാണിത്.